ഹായ് ഗൈസ്, അങ്ങനെ അത്തപ്പൂക്കളം ഡേ 6 ആയി. അനിഴം കഴിഞ്ഞ് തൃക്കേട്ട ദിനം ആയി. അപ്പം ഞാൻ രാവിലെ കുളിച്ച് സുന്ദരിക്കുട്ടിയായി ചുരിദാറൊക്കെ എടുത്തിട്ട് അങ്ങനെ അത്തപ്പൂക്കളം ഇടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വാടാമുല്ലയുണ്ട്, ജമന്തി ഉണ്ട്, കൊങ്ങിണിപ്പൂവുണ്ട്, പിന്നെ പതിവ് പോലെ നമുക്ക് കുറച്ച് റോസ്, പിന്നെ ഒരു വെള്ളപ്പൂവ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ എക്സാമിന് സ്കൂളിൽ പോയി. അപ്പം എല്ലാ ജോലിയും ഞാൻ രാവിലെ തീർത്ത് ഒതുക്കിയിട്ട്, എന്നാലും ഉച്ചയ്ക്കുള്ള ജോലിയൊക്കെ ഉണ്ട്. എന്നിട്ട് പതുക്കെ റോസാപ്പൂവൊക്കെ ഇട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ നടുക്ക് റോസ് റോസാപ്പൂ വെക്കുമ്പോൾ ഒരു നല്ല ഭംഗിയല്ലേ. അങ്ങനെ ഞാൻ നടുക്ക് റോസ് വെച്ച് തുടങ്ങി. അങ്ങനെ അപ്പോൾ അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ഫോണൊക്കെ വെച്ച് വീഡിയോ പതുക്കെ എടുക്കുക. അങ്ങനെ നമ്മൾ റോസാപ്പൂ വെച്ച് എന്നിട്ട് നല്ലൊരു വട്ടത്തിലാക്കി അത് ചെയ്ത്. ഇനി അടുത്ത ഏതാ, നമ്മുടെ മഞ്ഞപ്പൂ, കൊങ്ങിണിപ്പൂവ്. അപ്പോൾ കൊങ്ങിണിപ്പൂവ് നല്ല അടിപൊളിയായിട്ട് ഞാൻ അതിൻ്റെ ഇതളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒരു വട്ടത്തിന് പകരം ഇപ്പം ഒരു പുതിയ ഡിസൈൻ വെക്കാമെന്ന്. എന്നും വട്ടമല്ലേ ഇടുന്നത്, അപ്പം ഒരേ ഡിസൈൻ വേണ്ട. അപ്പോഴത്തേക്ക് വേറൊരു ഡിസൈൻ വെക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ വേറെ വരച്ചിട്ടൊന്നുമില്ല, ചോക്ക് വെച്ച് വരയ്ക്കാമെന്ന് ആദ്യം തീരുമാനിച്ച്. വരയ്ക്കാതെ ഞാൻ ഒരു 4 വശത്ത് കൊങ്ങിണിപ്പൂ ഇട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സുഖം സ്വസ്ഥ സമാധാനമായിട്ട് പൂവൊക്കെ ഇട്ട്. ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നമ്മളുടെ വീഡിയോസൊന്നും ഫ്ലോപ്പായിട്ടില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചമ്മല ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചമ്മലൊക്കെ മാറ്റി. എന്തായാലും ആരും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ സ്വസ്ഥമായിട്ട് എൻ്റെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ഡിസൈൻ ആവുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സക്സസ് ആവും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എൻ്റെ മനസ്സിൽ വന്ന ഒരു ഡിസൈനാണ്. അപ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞപ്പൂ ഇട്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അപ്പം നമ്മൾ 4 സൈഡ് ഇട്ടല്ലോ. ഇനിയിപ്പം അതൊരു സർക്കിളാക്കി ഒരു നല്ലൊരു വട്ടമാക്കിയിട്ട് ആ ഓരോ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ഓരോ കളറ് ചേർക്കാം. അങ്ങനെയാണിപ്പം എനിക്കൊരു ഐഡിയ തോന്നിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ നല്ലൊരു വട്ടമാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, നല്ല അടിപൊളി ആ റോസ് നടുക്കും വന്നിട്ട് നമ്മുടെ ചുറ്റും ആ മഞ്ഞയും കൂടെ ആ കളേഴ്സും കൂടെ വന്നപ്പോഴത്തേക്ക് ആ 2 കളറും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനായി അടിപൊളിയായി. അടുത്ത ഏതാ, നമ്മുടെ ജമന്തിപ്പൂവാണ്. അപ്പോൾ നമ്മുടെ ജമന്തിപ്പൂ ആ ഗ്യാപ്പിലെല്ലാം പതുക്കെ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ജമന്തിപ്പൂ ഇടുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ലുക്കെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിങ്ങനെ പതുക്കെ ജമന്തിപ്പൂ ഇങ്ങനെ ഓരോ ഗ്യാപ്പിലും ഇട്ട് അത് ഫില്ലാക്കുക. അപ്പോൾ ഇഷ്ടംപോലെ ജമന്തിപ്പൂവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്ര പൂവാണ് എടുത്തത്. എന്തായാലും ഫില്ലാവുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഫില്ലാക്കി അങ്ങനെ അടിപൊളി നമ്മുടെ പൂക്കളം നല്ല സൂപ്പർ നല്ല അടിപൊളി പൂക്കളായിട്ട് പതുക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല സെറ്റാക്കി നല്ല അടിപൊളിയാക്കി എടുത്തു. ഇപ്പം എങ്ങനെയുണ്ട് ലുക്ക്? നന്നായിട്ടില്ലേ? അങ്ങനെ നല്ല സൂപ്പറാക്കി നല്ല അടിപൊളി പൂക്കളായി. അപ്പോഴത്തേക്ക് ദാണ്ട മഴയും തുടങ്ങി. നല്ല മഴ.
നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ട്. അപ്പം മഴയും വന്ന് പിന്നെ നമ്മുടെ ആ ഒരു ആംബിയൻസിൽ നമ്മുടെ പൂക്കളം കാണാനായിട്ട് സൂപ്പറായിട്ടുണ്ട്. അന്നേരം ഞാൻ നടുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു റോസാപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയാക്കി. അങ്ങനെ മഴയും കൂടെ വന്ന് നല്ല തണുപ്പൊക്കെ ആയപ്പോഴത്തേക്ക് ആ ചൂടൊക്കെ അങ്ങ് പോയി, നല്ല ഒരു അന്തരീക്ഷമായി. അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ ഇങ്ങനെ അടിപൊളിയാക്കി ഇങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് വേറൊരു പുതിയ പ്ലാൻ ഇങ്ങനെ മനസ്സിൽ വരിക. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് വാടാമുല്ലയും പിന്നെ ബാക്കി അരളിപ്പൂവും ഒക്കെ. അപ്പോൾ അത് കളയാൻ എനിക്ക് മനസ്സില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ആ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്ത് നല്ലോണം ഫില്ലാക്കി ഇങ്ങനെ എടുത്ത്. അപ്പോൾ ഇത്രയും ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ വാടാമുല്ല നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനി എന്ത് ചെയ്യും? അതാണ് അപ്പോൾ എനിക്ക് പിന്നെ വേറൊരു ഐഡിയ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലോട്ട് വന്ന്. അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാലും വാടാമുല്ല അതിൻ്റെ ഓരോ എല്ലാ ചുറ്റിലും വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഓരോ വാടാമുല്ല എടുത്ത് വെക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഓരോന്നെടുത്ത് ഇങ്ങനെ അതിനുള്ള വാടാമുല്ല ഇല്ല. അപ്പോഴത്തേക്ക് എന്താ അറിയാമോ, ഓരോ കോർണറിലും ഇങ്ങനെ വാടാമുല്ല ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഓരോ സൈഡിലും ഓരോന്നോരോന്ന് വെക്കാതെ ഓരോ കോർണറിലും ഇങ്ങനെ വെച്ച്, എന്നിട്ട് ഓരോ ഗ്യാപ്പിൻ്റെ നടുക്ക് അങ്ങനെ വെച്ച് അടിപൊളിയായിരിക്കും. അതിനുള്ള പൂവുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് അങ്ങനെ നോക്കുക. അപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. നല്ല മൊത്തത്തിൽ നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ലുക്കേ മാറി. നല്ല അടിപൊളി, കണ്ടില്ലേ, നല്ല സൂപ്പർ കോമ്പിനേഷൻ, നല്ല മൾട്ടി കളർ ഒരു അത്തപ്പൂക്കളം. എല്ലാ കളേഴ്സും വന്ന് നല്ല ഗ്രീൻ ഒഴിച്ച് എല്ലാ കളേഴ്സും ഉണ്ട്. അങ്ങനെ നല്ല ഒരു റെയിൻബോ കളർ പോലെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൂക്കളം നല്ല സൂപ്പർ, നല്ല സുന്ദരിയായി, നല്ല അട്രാക്റ്റീവ് പൂക്കളമായിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഏകദേശം മഴയൊക്കെ ഒന്ന് മാറി മൊത്തത്തിൽ അന്തരീക്ഷമൊക്കെ തണുത്ത് നമ്മുടെ പൂക്കളം, നമ്മുടെ 6ാമത്തെ ദിവസത്തെ തൃക്കേട്ട ദിനത്തിലെ പൂക്കളം നല്ല സൂപ്പറായിട്ട് നമ്മൾ തയ്യാറാക്കി. അപ്പോഴത്തേക്ക് ഇതേ കണ്ടില്ലേ, ഒരാൾ ഇരിക്കുന്ന കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഷിൻഷു പൂച്ച. ഞങ്ങൾ ഇങ്ങനെ ഇച്ചിരി മീനൊക്കെ കൊടുത്ത് ഒന്ന് പരിചയപ്പെട്ടതാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഒരു ആൺപൂച്ചയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി അതിന് 3 കുഞ്ഞി പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടെന്ന്. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ 6ാമത്തെ ദിവസം പൂക്കളവും അടിപൊളിയായിട്ടുണ്ട്. മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു. മഴയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. നമ്മുടെ പൂക്കളം കണ്ടില്ലേ. അങ്ങനെ 6ാമത്തെ ദിവസത്തെ പൂക്കളവും നമ്മൾ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ 6ാമത്തെ ദിവസത്തെ പൂക്കളം, തൃക്കേട്ട ദിനത്തിലെ പൂക്കളം നല്ല അടിപൊളിയായിട്ട് നമ്മൾ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മു അപ്പോൾ മാത്സ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഞാൻ അവളെ വിളിക്കാൻ റോഡിൽ പോയി. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ടാറ്റാ.